നമസ്കാരം. ബുധൻ മീനരാശിയിൽ പ്രവേശിച്ചിരിക്കുന്ന അവസരമാണ് ഇത്. സൂര്യനും മീനരാശിയിലുണ്ട്. രണ്ട് രാശികളും കൂടി ചേരുമ്പോൾ ബുധാദിത്യ രാജയോഗം രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. ഒരു വർഷത്തിന് ശേഷം ഇതാദ്യമായാണ് വ്യാഴത്തിൻ്റെ രാശിയായ മീനത്തിൽ സൂര്യനും അതേപോലെ തന്നെ ബുധനും കൂടിച്ചേർന്ന് ഒരു രാജയോഗം സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് നാം ഓർക്കണം. ഈ രണ്ട് രാജയോഗം ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാണ്. മകരം രാശിക്കാർക്ക് സാമ്പത്തികപരമായ പല രീതിയിലുള്ള പ്രതിസന്ധികളും ഈ സമയത്ത് പരിഹരിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലാകുന്നു. പുതിയ ലാഭ സ്രോതസ്സുകൾ, ലാഭം ലഭിക്കുവാൻ ഉതകുന്നതായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് പ്രതിഫലം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് കൃത്യമായി തന്നെ ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ്. സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യത, സ്ഥാനോന്നതി തുടങ്ങിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഈ സമയം അത്തരത്തിൽ അനുകൂലമായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക. സാമ്പത്തികപരമായി നേട്ടങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലുള്ള സമയമാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ അവസരങ്ങൾ, ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. അപ്രതീക്ഷിതമായ ധനഭാഗ്യം ഈ സമയം മകരം രാശിക്കാരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം എടുത്തുചാട്ടം പാടില്ല എന്ന് തന്നെയാണ്. എടുത്തുചാടി തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത് ദോഷകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം നിസ്സംശയം പറയാം. മറ്റൊരു രാശി ഇടവം രാശിയാണ്. ഇടവം രാശിക്കാർക്ക് പൊതുവെ ഈ സമയം ഏറ്റവും ശുഭകരമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം ഇവരുടെ ജീവിതത്തിൽ കരിയറുമായി ബന്ധപ്പെട്ട് മികച്ച രീതിയിലുള്ള മുന്നേറ്റങ്ങൾ, വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയം കൂടിയാണ് ഇത്. ശമ്പളം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. പ്രമോഷന് ഈ സമയം സാധ്യത വളരെ കൂടുതലാകുന്നു. അഥവാ സ്ഥാനക്കയറ്റം ലഭിക്കുവാൻ സാധ്യത കൂടുതലാണ്. നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരം സഹായങ്ങൾ ലഭിക്കാം. ലോൺ തുടങ്ങിയ കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ലോട്ടറി അല്ലെങ്കിൽ സൗഭാഗ്യം, അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരും. ലോട്ടറിയിലൂടെ ധനപരമായ സൗഭാഗ്യങ്ങൾ തേടിയെത്തും. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാണ്. എന്നാൽ എന്ത് കാര്യവും അമിതമായാൽ ദോഷമാണ് എന്ന കാര്യവും ഓർത്ത് മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് തുലാം രാശിയാണ്. തുലാം രാശിക്കാർക്ക് ഈ സമയം വീട്, ഭൂമി, വസ്തു തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധ്യത അല്പം കൂടുതലാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിൽപ്പനയുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ വന്നു ചേരാം. അതിനും അനുകൂലമാണ് സമയം. ശ്രമിക്കുകയാണ് എങ്കിൽ തീർച്ചയായും സാധിക്കും എന്ന് തന്നെ പറയാം. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. പണം അഥവാ ധനം പല വഴികളിലൂടെയും വന്നു ചേരുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. സാമ്പത്തിക സ്ഥിതി വളരെയധികം ഉയരുന്നതായ അല്ലെങ്കിൽ നേട്ടങ്ങൾ, സാമ്പത്തികപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. വിദേശത്തേക്ക് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പുതിയ അവസരങ്ങൾ തന്നെ കടന്നു വരും
എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. കൂടാതെ ഈ സമയം കൈകളിലേക്ക് ധനം വന്നു ചേരുന്നത് പോലെ തന്നെ ചെലവുകൾക്കും സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ വീക്ഷിക്കുക. ഈ സമയം പരിശ്രമിക്കുകയാണ് എങ്കിൽ ഇത്തരത്തിൽ അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുവാൻ സാധിക്കും. മനസ്സമാധാനം അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ അവസരങ്ങളും ഉണ്ടാകും. തീർച്ചയായും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് വിദേശത്താണ് എങ്കിൽ പോലും ജോലി നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. സ്ഥാനക്കയറ്റം തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ്. ശമ്പളത്തിൽ വർധനവ് പ്രതീക്ഷിക്കാവുന്ന അവസരങ്ങളും കടന്നു വരാം. ഏറ്റവും ശുഭകരമായ സമയം തന്നെയാണ് ഇത് എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു. സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. അത്തരം കാര്യങ്ങൾക്ക് അനുകൂലം തന്നെയാണ് സമയം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ലാഭം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. പല വഴികളിലൂടെയും ലാഭം വന്ന് ചേരുന്നതായ സമയമാണ് ഇത്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ലാഭം നേടിത്തരുന്നതായ അവസരങ്ങൾ അത് തൊഴിൽപരമായും വന്നു ചേരാം. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങളും സന്തോഷങ്ങളും കടന്നു വരുന്ന ഒരു സമയം തന്നെയാണ് എന്ന് പറയാം. അതിനാൽ കർക്കിടകം രാശിക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ഒരു കാര്യം അറിയുക, നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങൾ അത് ശരിയായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരമാണ്. ഭാഗ്യത്തിന്റെ പിന്തുണ കൂടി ഉള്ളതിനാൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായും അല്ലാതെയും നേട്ടങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മീനം രാശിയാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നതായ അവസരമാണ്. സാമ്പത്തികപരമായി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ട് അംഗീകാരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രമോഷൻ തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ശമ്പളം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വർധനവ് വന്ന് ചേരാവുന്നതാണ്. തൊഴിൽ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ ഈ സമയം തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ, അതേപോലെ തൊഴിൽ മാറാനുള്ള സാധ്യതകൾ, വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് പല കാര്യങ്ങളും അനുകൂലമാകുന്ന സമയമാണ് ഇത്. പരീക്ഷകളിൽ ഉന്നതമായ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം. ഈ സമയം മനസ്സിലേക്ക് സന്തോഷം കടന്നു വരികയും ഇപ്പോൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. അനുകൂലമാണ് സമയം. ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ പെട്ടെന്ന് തന്നെ ഉയർച്ച നേടുവാൻ സാധിക്കും.